ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ബാലചന്ദ്രൻ. അപ്പോൾ വീണ്ടും നമ്മൾ വിതിരയിൽ നിന്നും കല്ലുപാറ എന്ന സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്ന രണ്ടാമത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിന്നും വീണ്ടും തുടങ്ങുകയാണ്. ഇപ്പോൾ പോകാം വീഡിയോയിലേക്ക്. അങ്ങനെ നമ്മൾ കുറേ തേരിയൊക്കെ കയറി നമ്മൾ മുകൾ ഭാഗത്ത് ഒരു നിരന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി അവരെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. അവിടെ താഴോട്ടൊരു വഴിയുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ട് താഴെ ഒരു വീടൊക്കെ ഉണ്ട്. ലൈൻ കമ്പിയൊക്കെ അതിൽ പോകുന്നത് കാണാം. അപ്പോൾ ഇനി നമ്മൾ ബാക്കി മാമിയിൽ ചോദിച്ച് എന്താണെന്ന് മനസ്സിലാക്കാം. ഇവിടെ മൊത്തം എത്ര വീടുണ്ടോ മാമി? 10-20 വീടുണ്ടല്ലേ? അങ്ങനെ നമ്മൾ വന്ന് മാമിയുടെ വീട് കണ്ടെത്തി. ആ മുകളിൽ കാണുന്നതാണ് മാമിയുടെ വീട്. അപ്പോൾ ഇപ്പോൾ അതിൽ താമസമായില്ല. മാമി കുറേ പണിയൊക്കെ തീർത്തിട്ടേ ഉള്ളൂ. അപ്പോൾ തൊട്ടടുത്തൊരു ഷീറ്റൊക്കെ അടിച്ച വീടുണ്ട്. അതിലാണ് മാമി താമസം. ഇപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഈ പുതിയ വീട്ടിൽ കൊണ്ടുവന്ന് മാമി വാങ്ങിച്ച സാധനങ്ങൾ അവിടെ കൊണ്ട് ഇറക്കി വെച്ച് മാമിന് തീ എത്തിക്കാൻ പോകണം. നമുക്ക് എന്തെങ്കിലും ആഹാരമൊക്കെ വേവിച്ച് തരാമെന്നാണ് പറയണത്. അത് അപ്പുറത്തോട്ട് തൊട്ടപ്പുറത്തോട്ട് 3-4 വീടുകളൊക്കെ അവിടെയും ഉണ്ട്. എൻ്റെ തെങ്ങും കിട്ടാ കമ്മും കിട്ടാം. നിങ്ങൾ പറയും പോലെ ഒന്നല്ല. ഇവിടെ അല്ലടാ ഞാൻ തീ ചൂട്ട് ഞാൻ ഇങ്ങനെ കിടക്കും. പിന്നെ എനിക്ക് തീ വേണം. അപ്പോഴേ മാമി നമുക്ക് വേണ്ടി പുട്ടവിക്കാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ മാമി പുട്ടൂറ്റൊക്കെ അടുപ്പിൽ വെച്ചിട്ട് തേങ്ങ ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാമി മാവൊക്കെ നനച്ച് നമുക്ക് പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയിലാണ് മാമി. അങ്ങനെ ഇത് സാധാരണ നമ്മളെ മുളം കുറ്റിയാണ്. നമ്മളെ വനത്തിലുള്ള മുളയിലുള്ള കുറ്റിയിലാണ് ആ പുട്ട വയ്ക്കുന്നത്. അങ്ങനെ മാമി നമുക്ക് മുളയിലുള്ള പുട്ടൊക്കെ അവിച്ച് തന്ന്. പക്ഷേ നമ്മളപ്പോൾ അടുത്തിരിക്കുന്ന കിച്ചുവിന് അപ്പോഴും പഞ്ചസാര വേണം. അപ്പോൾ മാമി പറഞ്ഞത് ഞാൻ പഞ്ചസാരയൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ നമ്മൾ മാമീൻ്റെ അടുത്ത് പുട്ടൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ സന്തോഷത്തോടെ മാമി നമ്മളെ യാത്രയൊക്കെ പറഞ്ഞ് താഴോട്ട് നമ്മൾ ഇറങ്ങി. ഒരു പാറയിൽ കൂടെ കുറേ താഴോട്ട് വന്നേരത്ത് അവിടെ 3-4 വീടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി താഴോട്ട് ഇറങ്ങി വന്നു. ഇപ്പോൾ ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നേരത്ത് ഈ നമ്മളെ വനത്തിലുള്ള കളങ്ങിയ മരം എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ഇലയൊക്കെ ഒന്ന് പൂത്ത് നിൽക്കണ കാണിച്ചു തരാം. അതൊക്കെ ഒന്ന് കണ്ട് പിന്നെ താഴെ നമ്മൾ വീട്ടിൽ വന്ന് ഒരു മാമനുണ്ടായിരുന്നു. ആ മാമൻ്റെ വീട്ടിലൊന്ന് വെറും ചായയൊക്കെ നമുക്ക് കുടിക്കാനായിട്ട് കൊണ്ടുവന്നു. വെറും ചായയും കൊണ്ടുവന്ന് റോബസ്റ്റ് പഴമൊക്കെ തന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടിരുന്ന സമയത്ത് ഭയങ്കരമായ ഒരു മഴ പെരുമഴയായിരുന്നു. അത് കുറേ നേരം മഴയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ പെട്ടുപോയി. കാരണം നമുക്ക് താഴോട്ട് ഇറങ്ങി നമ്മളെ കയ്യിൽ കുടയൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ നേരത്ത് മഴ ഒരു രക്ഷയില്ലാത്ത മഴയായതുകൊണ്ട് പിന്നെ ചെറുതായിട്ടൊന്ന് തോർന്ന സമയത്ത് 2 വാഴയിലേക്ക് കണ്ടിച്ച് അങ്ങനെ ഇരുന്ന് എങ്ങനെയെങ്കിലും മഴ ചെറുതായിട്ടൊന്ന് തോർന്ന സമയത്ത് 2 ഇലയൊക്കെ കണ്ടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടുത്തൊരു വീഡിയോ കാണുന്നത്. ടാറ്റ, ബൈ ബൈ.